മെട്രോ റെയിൽ, റവാരി, എയിംസ് എന്നീ പദ്ധതികളുടെ തറക്കല്ലിടുന്നതിനോടൊപ്പം കുരുക്ഷേത്രത്തിലെ നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രധാനപ്പെട്ട കേസിൽ വിധി വരാൻ പോവുകയാണ്. 2:30-ക്കാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ആ വിധി വരുന്നത്. മാസപ്പടി കേസ് അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജിയിലാണ് വിധി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നിർണായകമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന ഈ വിധി. അതേസമയം SFIO അന്വേഷണം സ്റ്റേ ചെയ്യാൻ കർണാടക ഹൈക്കോടതി വിസമ്മതിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാകും വീണ വിജയനും എക്സാലോജിക്കിനും. ഇതിന്റെ വിശദാംശങ്ങളുണ്ട് പകൽ വാർത്തയിൽ. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ചില അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് ബാങ്കുകൾ. ഇതിന് കാരണം ആദായ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ്. തൽക്കാലം ഒരു ഇളവ് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ബില്ലുകൾ അടയ്ക്കാൻ പോലും പണമില്ലെന്നാണ് കോൺഗ്രസ് ട്രഷറർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഒട്ടനേകം വാർത്തകളുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടയുമോ? SFIO അന്വേഷണം റദ്ദാക്കാനുള്ള എക്സാലോജിക് ഹർജിയിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല വിധി 2:30-ക്ക്. ക്രമക്കേടിന് തെളിവുണ്ടെന്ന് SFIO അന്വേഷിക്കേണ്ട കേസല്ലെന്ന് എക്സാലോജിക്. KK ശൈലജ, തോമസ് ഐസക്, G സുധാകരൻ തിരിച്ചുപിടിക്കാൻ CPM-നായി പരിചയസമ്പന്നർ വരുമോ? സ്ഥാനാർത്ഥി നിർണയ ചർച്ച തുടരുന്നു. MLA-മാരും പൊതുസമ്മതരും പരിഗണനയിൽ. 15 മണ്ഡലങ്ങളിലെയും ആദ്യ പട്ടിക ഇന്ന് തയ്യാറാകും. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ചെക്കുകൾ മടങ്ങിയത് അന്വേഷിച്ചപ്പോഴാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം അറിഞ്ഞതെന്ന് പാർട്ടി ട്രഷറർ അജയ് മാക്കൻ. വൈദ്യുതി ബില്ലടയ്ക്കാൻ പോലും പണമില്ല. ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചവയിൽ യൂത്ത് കോൺഗ്രസ് അക്കൗണ്ടുകളും. വിവാദമായതോടെ താൽക്കാലിക ഇളവ്. ബേലൂർ മഖ്നയുടെ അടുത്തേക്ക് മയക്കുവെടി സംഘം. പനവല്ലിയിൽ നിന്ന് ആനയുടെ സിഗ്നൽ കിട്ടി. അരുൺ സക്കറിയെ എത്തിയതോടെ ദൗത്യ സംഘത്തിന് ഉണർവ്. ബേലൂരിൽ നിന്ന് ആനയെ പിടികൂടിയ സംഘവും വയനാട്ടിൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ടെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത് കീഴ്വഴക്ക ലംഘനമെന്ന് VC. ഇടത് സെനറ്റ് അംഗങ്ങളും ഗവർണറുടെ പ്രതിനിധികളും തമ്മിൽ വാക്കുതർക്കം. ഗവർണർ സർക്കാർ പോര് സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്നുവെന്ന് UDF. തുടർച്ചയായ 2 തോൽവികളിൽ നിന്ന് കരകയറാൻ ബ്ലാസ്റ്റേഴ്സിനാകുമോ? ചെന്നൈയിൻ FC-യുമായുള്ള 2ാം പോരാട്ടം ഇന്ന് കലൂർ സ്റ്റേഡിയത്തിൽ. തത്സമയം ന്യൂസ് 18 കേരളത്തിൽ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഇന്ന് അതിനിർണായകമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ ഇടക്കാല വിധിയാണ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. 2:30-ക്കാണ് എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പറയുന്നത്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണം എന്ന ആവശ്യമാണ് എക്സാലോജിക് ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസ് SFIO അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് വാദം. അറസ്റ്റ് ഒഴിവാക്കാൻ വീണയ്ക്ക് കഴിയുമോ എന്ന ചോദ്യമാണ്. നിർണായക വിധിയാണ് 2:30-ക്ക് വരാൻ പോകുന്നത്. കർണാടക ഹൈക്കോടതിയാണ് വിധി പറയുന്നത്. ഒറ്റ ദിവസമാണ് കർണാടക ഹൈക്കോടതി ഈ കേസിൽ വാദം കേട്ടത്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യുമോ എന്ന ചോദ്യമാണ് പ്രധാനം. അറസ്റ്റ് ഒഴിവാക്കാൻ അതുവഴി വീണയ്ക്ക് കഴിയുമോ? കാരണം SFIO അന്വേഷണം സ്റ്റേ ചെയ്തില്ല എങ്കിൽ ചോദ്യം ചെയ്യലും രേഖകൾ വിളിച്ചു വരുത്തലും ഉണ്ടാകും. അതിനുശേഷം ആവശ്യമെങ്കിൽ അറസ്റ്റ് പോലും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കോടതി പരിഗണിച്ചവ 2 അന്വേഷണങ്ങൾ ഒരുമിച്ച് വേണോ എന്നുള്ള കാര്യം, SFIO അന്വേഷിക്കേണ്ട കേസാണോ ഇതെന്ന കാര്യം, രേഖകൾ നൽകാതെ എക്സാലോജിക് നിസ്സഹകരിച്ചോ എന്നുള്ള കാര്യം, ആരോപിക്കുന്ന തീവ്രത കേസിനുണ്ടോ എന്നുള്ള കാര്യം. സഹാറ ഇടപാട് പോലെ SFIO അന്വേഷിച്ച ആ ഇടപാട് പോലെ അത്ര തീവ്രത ഉള്ളതല്ല CMRലുമായുള്ള ഇടപാട് എന്ന കാര്യമാണ് കോടതിയിൽ എക്സാലോജിക് വാദിച്ച പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ 2 അന്വേഷണങ്ങൾ ഒരുമിച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യവും വാദിക്കുകയുണ്ടായി. ഇതിൽപ്പോൾ കോടതി നടപടികൾ ഏത് രൂപത്തിലാകും എന്നതിൽ 2 രീതിയിലുള്ള വിലയിരുത്തൽ വരുന്നു. സ്റ്റേ കിട്ടിയാൽ വീണയ്ക്ക് ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ രേഖകൾ നൽകേണ്ടി വരില്ല. സ്റ്റേ ഇല്ലെങ്കിൽ അന്വേഷണം കടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ SFIO അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ചോദ്യം ചെയ്യലുണ്ടാകും, അറസ്റ്റും ഉണ്ടായേക്കാം.
ഇതാണ് ഇന്ന് കർണാടക ഹൈക്കോടതിയുടെ വിധിയിലേക്ക് ഉറ്റുനോക്കാൻ കാരണം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഒന്നും പറയാനാവില്ല എങ്കിലും ഈ കേസിന്റെ വാദത്തിനിടെ ആദ്യ ദിവസം SFIOയ്ക്ക് കർണാടക ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അന്വേഷണം തുടരൂ എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ കടുത്ത നടപടി, അതായത് ഈ ചോദ്യം ചെയ്യൽ, അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകേണ്ട എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വലിയ ഒരു ഉത്കണ്ഠ ഇപ്പോഴും ഉണ്ടല്ലോ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്? തീർച്ചയായും മഞ്ജുഷ, ആ ഉത്കണ്ഠയുണ്ട്. മാത്രമല്ല, കോടതി ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അനുകൂലമായാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കോടതി നിരീക്ഷണം എന്ന സൂചന ഇതുവരെ പങ്കുവച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വീണയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാവരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് നിർദ്ദേശിച്ചത്. അതേസമയം എല്ലാ രേഖകളും അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ, അതായത് SFIOയ്ക്ക് മുന്നിൽ ഹാജരാക്കണം എന്ന നിർദ്ദേശവും കോടതി നൽകിയിരിക്കുന്നു. ഇന്ന് ഇടക്കാല വിധി പ്രതീക്ഷിക്കുന്നത് 2:30-ക്കാണ്. ഈ 2:30-ക്ക് പുറത്തു വരാൻ പോകുന്ന ഇടക്കാല വിധിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒരുപക്ഷേ ഈ കോടതി SFIO അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള അന്വേഷണം സ്റ്റേ ചെയ്തില്ലെങ്കിൽ അത് തീർച്ചയായും വീണ വിജയന് തിരിച്ചടിയാണ്. കാരണം ഈ കോടതി വിധി അറിഞ്ഞതിന് ശേഷം, കർണാടക ഹൈക്കോടതി വിധി അറിഞ്ഞതിന് ശേഷം അന്വേഷണത്തിൻ്റെ ശക്തമായ ചില നീക്കങ്ങൾക്ക് ആണ് ഇനി SFIO ഒരുങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ആ നീക്കങ്ങൾ എന്ത് എന്നതാണ് പ്രസക്തമായ കാര്യം. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കേസിലൊരു തീരുമാനം ഉണ്ടാവുന്നതുവരെ അറസ്റ്റ് തടഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കോടതിയിൽ ഒരു തീരുമാനം, വിധി ഉണ്ടായതിനു ശേഷം ഒരു പക്ഷേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സ്വാതന്ത്ര്യം SFIOയ്ക്ക് കിട്ടും. അതേസമയം ഇക്കാര്യത്തിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് SFIOയുടെ അന്വേഷണം പുരോഗമിക്കുന്ന ഓരോ ഘട്ടത്തിലും വലിയൊരു ഈ അഡ്വക്കേറ്റുമാരുടെ നെറ്റ്വർക്ക് പ്രവർത്തിച്ചിരുന്നു. ഉടൻ തന്നെ കോടതികളിലേക്ക് ഓടുന്നതിന് വേണ്ടിയുള്ള, അത് ഓരോ രേഖകൾ വിളിച്ചു വരുത്തുന്ന സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നുവല്ലോ. KSIDCയിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് എക്സാലോജിക്കിന് രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് അയക്കുന്ന സമയത്തൊക്കെ. അങ്ങനെ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് എതിരായിട്ടാണ്, എക്സാലോജിക്കിന് എതിരായിട്ടാണ് ഒരു ഉത്തരവ് വരുന്നതെങ്കിൽ ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള നടപടികൾ ഉണ്ടാവുമല്ലോ. കാരണം SFIOയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഇതുവരെ വെച്ച് നോക്കിയാൽ വളരെ സ്പീഡുള്ളതാണ്. അവർ പെട്ടെന്ന് രേഖകൾ ആവശ്യപ്പെടുന്നു, അതുപോലെ തന്നെ റെയ്ഡ് വരുന്നു, പരിശോധനകൾ വരുന്നു, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് ഉടൻ തന്നെ കടക്കുമല്ലോ സ്വാഭാവികമായിട്ടും. മറിച്ച് SFIOയ്ക്ക് എതിരായിട്ടാണ് അന്വേഷണം വരുന്നത് എങ്കിൽ, സ്റ്റേ കിട്ടുകയാണ് എങ്കിൽ, അന്വേഷണം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മന്ദഗതിയിലേക്ക് അന്വേഷണം പോകുവാനുള്ള സാഹചര്യമല്ലേ കൂടുതലും ഉണ്ടാവുക. കാരണം ആ നടപടിക്രമങ്ങൾ കൂടുതൽ ഒരു സങ്കീർണമായി മാറും. തീർച്ചയായും ഇതിൻ്റെ നിയമ നടപടികൾ സങ്കീർണമാണ്. വേഗത്തിലുള്ള ചടുലമായ നീക്കങ്ങൾ ഇരുപക്ഷത്തു നിന്നും പ്രതീക്ഷിക്കാം. മഞ്ജുഷ, അതിനൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഈ കേസ് അത് അങ്ങേറ്റം പ്രാധാന്യം വരുന്നത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഇടപാടാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അതിന് വലിയ പ്രസക്തമായ സ്ഥാനമുണ്ട്. കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ വാദം കോടതി ശരിവെച്ചാൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തുന്നു, മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു, അതിൻ്റെ ഭാഗമായ നീക്കങ്ങളാണ് ഇതെന്ന വാദം CPM ഒന്നുകൂടി ഉന്നയിക്കാനാവും. പക്ഷേ മറിച്ചാണെങ്കിൽ SFIO ഒരുപക്ഷെ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പോലും കടക്കും. അങ്ങനെയെങ്കിൽ അത് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടാക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാവാം ഒരുപക്ഷെ മഞ്ജുഷ മുമ്പേ സൂചിപ്പിച്ച പോലെ വലിയ നിയമവിദഗ്ധരെ ഈ രംഗത്ത് അണിനിരത്തിക്കൊണ്ട് ചടുലമായ കോടതി നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ ഹൈക്കോടതി വിധി, കർണാടക ഹൈക്കോടതി വിധി എതിരായാൽ തീർച്ചയായും മേൽക്കോടതിയിലേക്ക്, അതായത് സുപ്രീം കോടതിയിലേക്കുള്ള നീക്കത്തിലേക്ക് തന്നെ എക്സാലോജിക് മാനേജ്മെൻറ്റ് കടക്കും. അതിൽ രാഷ്ട്രീയ തീരുമാനമുണ്ടാവാം. അതിനുമപ്പുറം അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളാണ്. നമ്മൾ ഈ KSIDCയുടെ വാദങ്ങളടക്കം കണ്ടതാണ്. ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ് കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ ഈ തലത്തിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെ വലിയ തുക മുടക്കിയ അഭിഭാഷകനെ രംഗത്തിറക്കി കളിച്ചത്. സ്വാഭാവികമായും ഈ ഹൈക്കോടതി വിധിയുടെ തീർപ്പ്, കേരള ഹൈക്കോടതി വിധിയുടെ തീർപ്പ് പോലും ഈ കേസിൽ അങ്ങേറ്റം നിർണായകമാണ്. അതുകൊണ്ട് അങ്ങേറ്റം ചടുലമായ വേഗത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഇത് ഇടവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കർണാടക ഹൈക്കോടതിയോടോ കേരള ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പാവില്ല. അത് സുപ്രീം കോടതിയിലേക്ക് നീളുന്ന നിയമ പോരാട്ടമായി തന്നെ മാറും. ശരിയാണ് സജിത്ത്. എന്തായാലും അതിനിർണായകമായ ഒരു വിധിയാണ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ വരാൻ പോകുന്നത്. ഏതാണ്ട് 2:30-3 മണിയോടുകൂടി ഈ വിധി പ്രതീക്ഷിക്കാം. എക്സാലോജിക്കാണ് ഹർജി നൽകിയിരിക്കുന്നത്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണം എന്നാണ് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന്റെ ആവശ്യം. ഇത് കർണാടക ഹൈക്കോടതി അംഗീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ SFIOയുടെ അന്വേഷണം തൽക്കാലം നിർത്തിവെക്കാൻ കഴിയും. അതല്ല, മറിച്ച് അന്വേഷണം തുടരാനാണ് കർണാടക ഹൈക്കോടതി ഉത്തരവിടുന്നത് എങ്കിൽ അത് എക്സാലോജിക്കിനും വീണ വിജയനും വളരെ ദുഷ്കരമാകും. ഉടൻ തന്നെ രേഖകൾ വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനും വേണമെങ്കിൽ അറസ്റ്റിലേക്ക് വരെ പോകാനും SFIOയ്ക്ക് കഴിയും. എന്തായാലും കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ വിധിയുണ്ടാവും കർണാടക ഹൈക്കോടതിയിൽ നിന്ന്.
മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചില അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇന്ന് കോൺഗ്രസിന്റെ ട്രഷററായ അജയ് മാക്കൻ തന്നെയാണ് ഈ വിവരം അറിയിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യം ഇദ്ദേഹം വെളിപ്പെടുത്തിയത്, അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ഇങ്ങനെ അക്കൗണ്ട് മരവിപ്പിച്ചത് വഴി നിത്യച്ചെലവിന് പോലും വശമില്ല കോൺഗ്രസിന് എന്നാണ്. ബില്ലുകൾ അടയ്ക്കാൻ പോലും പണമില്ല. ചില ചെക്കുകൾ ബാങ്കിൽ നിന്ന് മടങ്ങിയപ്പോഴാണ് ഇങ്ങനെ അക്കൗണ്ട് മരവിപ്പിച്ച വിവരം കോൺഗ്രസ് അറിഞ്ഞത്. അതുകൊണ്ടാണ് അജയ് മാക്കൻ ഉടൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചത്. ആദായ നികുതി വകുപ്പിന്റേതാണ് ഇങ്ങനെയൊരു നടപടി. 210 കോടിയുടെ ആദായ നികുതി അടയ്ക്കാനുണ്ട്, ഇങ്ങനെയൊരു വീഴ്ച വരുത്തിയിട്ടുണ്ട് കോൺഗ്രസ് എന്നാണ് IT ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. ഇതേ തുടർന്നാണ് കോൺഗ്രസിന്റെ ചെക്കുകൾ മടങ്ങിയത്. ശമ്പളം കൊടുക്കാൻ പണമില്ല, നിത്യച്ചെലവിന് കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല, ബില്ലുകൾ അടയ്ക്കാൻ പണമില്ല, വൈദ്യുതി ബില്ല് അടയ്ക്കാൻ പോലും പണമില്ല എന്ന് അജയ് മാക്കൻ പറഞ്ഞു. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര ഇപ്പോഴും തുടരുകയാണ്. ഈ യാത്രയെ ഇത് ഗുരുതരമായി ബാധിക്കും, ഇതിന്റെ ചെലവിന് പോലും പണമില്ല എന്നാണ് കോൺഗ്രസ് വക്താവ്, കോൺഗ്രസിന്റെ ട്രഷറർ പറഞ്ഞത് അജയ് മാക്കൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. मुख्य ऑपोजिशन पार्टी के सारे अकाउंट्स फ्रीज कर दिए गए। कांग्रेस पार्टी के अकाउंट्स पर तालाबंदी हो गई है। हमारे देश में डेमोक्रेसी फ्रीज हुई। 2 हफ्ते केवल यह हफ्ता चुनाव घोषणा के लिए रह गए हों, ऐसे समय में प्रमुख ऑपोजिशन पार्टी के अकाउंट फ्रीज करके यह सरकार क्या दिखाना चाहती है? कल शाम को यूथ कांग्रेस के भी अकाउंट फ्रीज कर दिए गए। കോൺഗ്രസിന്റെ മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കുന്നതിനുള്ള ശ്രമമാണെന്നാണ് അജയ് മാക്കൻ പറയുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ വിവരം കോൺഗ്രസിന് ഇതിന്റെ ഒരു സൂചന കിട്ടിയത്. ഇപ്പോൾ കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടാകാത്ത ഒരു സംഭവമാണ്. പക്ഷേ എങ്കിൽ കൂടി ഇത് ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്ന നോട്ടീസിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത്? എന്ത് വീഴ്ചയാണ് ഇതിൽ കോൺഗ്രസ് വരുത്തിയിരുന്നത്? ക്രൗഡ് ഫണ്ടിംഗ്, അതിന് ആദായ നികുതി അടച്ചില്ല, ഇങ്ങനെയാണല്ലോ ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. മഞ്ജുഷ, എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്യസാധാരണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ 4 അക്കൗണ്ടുകളും മരവിപ്പിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ താൽക്കാലികമായി കോൺഗ്രസിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കോൺഗ്രസ് നൽകിയ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഇതിന് ഈ മരവിപ്പിക്കാനുള്ള തീരുമാനത്തെ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടി വിവേക് തൻഖയാണ്, രാജ്യസഭാ MPയും അഡ്വക്കേറ്റും കൂടിയായ വിവേക് തൻഖയാണ് ഇത് ഹാജരായത്. അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ തീരുമാനം തൽക്കാലത്തേക്ക് ഒഴിവാക്കിയെന്നുള്ള തീരുമാനം പുറത്ത് അറിയിച്ചതും. എന്തായാലും അതിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസിന്റെ ട്രഷറർ അജയ് മാക്കൻ ഈ വിവരം വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചത്. കോൺഗ്രസിന്റെ 4 അക്കൗണ്ടുകൾ, കോൺഗ്രസിന്റെ അക്കൗണ്ടും യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുമാണ് മരവിപ്പിച്ചത്. 2019 ഫിനാൻഷ്യൽ ഇയർ മുതലുള്ള ആദായ നികുതിയിൽ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. കോൺഗ്രസ് അക്കൗണ്ടുകൾ അതിലെ പിഴ അടയ്ക്കാനുള്ള തീയതി 45 ദിവസം വൈകി എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ പിഴയായി 210 കോടി രൂപയാണ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്. അത് അന്യായമായ ഒരു പിഴയാണെന്നും സാധാരണഗതിയിലും അധികമായ ഒരു പിഴയാണെന്നും ഇങ്ങനത്തെ ആദായ നികുതിയിൽ പലതരത്തിലും ഉള്ള വീഴ്ചകൾ സംഭവിച്ചാൽ പിഴ നിശ്ചയിക്കുന്നതിലൊക്കെ പ്രത്യേക അധികാരം ആദായ നികുതി വകുപ്പിനുണ്ട്. അത് അസാധാരണമായ ഒരു നടപടിയിലൂടെയാണ് ഇത്ര വലിയ തുക പിഴ നിശ്ചയിച്ചതെന്നും ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന വിവരം നേരത്തെ മുൻകൂട്ടി കോൺഗ്രസിനെ അറിയിച്ചില്ല എന്നും അജയ് മാക്കൻ പറഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഈ രേഖാമൂലമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറുപടികളൊക്കെ ഉണ്ടായിരുന്നു കാണുമല്ലോ. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് ഞങ്ങളെ അറിയിക്കാതെയാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്നാണല്ലോ. ഈ ബില്ലുകൾ ചിലത് പാസ്സാക്കാൻ വേണ്ടി ചെക്കുകൾ ബാങ്കിൽ ചെന്നപ്പോൾ ചെക്ക് മടങ്ങി, അങ്ങനെയാണ് ഇത് അറിഞ്ഞത്. ഇതാണല്ലോ അജയ് മാക്കൻ നൽകുന്ന വിശദീകരണം. മഞ്ജുഷ, അത് ആ വിശദീകരണത്തിൽ ഒരു പരിധിവരെ ശരിയുണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇൻകം ടാക്സിൻ്റെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള പേപ്പറുകൾ ഉണ്ടെങ്കിൽ ആ പേപ്പറുകളൊക്കെ വരാറുണ്ട്. കോൺഗ്രസ് പറയുന്നത് പക്ഷേ അതിൻ്റെ നടപടി എന്ന നിലയ്ക്ക് 210 കോടി രൂപ അടയ്ക്കണം എന്നുള്ള പേപ്പറുകളടക്കം കോൺഗ്രസിന് വന്നതാണ്. അത് അജയ് മാക്കൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പോവുകയാണ്. ആ മരവിപ്പിക്കാനുള്ള തീരുമാനം അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ബാങ്കുകളെ അറിയിച്ച ശേഷം മാത്രമാണ് കോൺഗ്രസിന് അറിയാൻ കഴിഞ്ഞത് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ അവരെ നേരത്തെ അറിയിച്ചിരുന്നു എന്നത് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയാൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. കോൺഗ്രസ് എന്തായാലും നൽകിയ ചെക്കുകൾ മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവർ വിവരങ്ങൾ അന്വേഷിക്കുകയും ഇന്നലെയാണ് ഇത് അറിഞ്ഞത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ കിരൺ പറഞ്ഞ പോലെ ഒരു ഇളവ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് പൂർണ്ണമായ ഒരു ഇളവാണോ നൽകിയിട്ടുള്ളത്? പഴയതുപോലെ തന്നെ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ അജയ് മാക്കൻ പറയുന്നുണ്ട്
ഓരോ ദിവസവും കഴിഞ്ഞുകൂടാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ്. ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ബില്ലുകൾ അടയ്ക്കാൻ പൈസയില്ല, വൈദ്യുതി ചാർജ് അടയ്ക്കാൻ പോലും പൈസയില്ല എന്ന് പറയുന്നുണ്ട്. അത് തൽക്കാലം അതിൽ നിന്നൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടോ ഈ ഇളവ് കിട്ടുന്നതിലൂടെ? മഞ്ജുഷ, അപ്പലേറ്റ് ട്രൈബ്യൂണലാണ് തൽക്കാലത്തേക്ക് ഇതിന് ഇളവ് നൽകിയിരിക്കുന്നത്. അതെന്തായാലും താൽക്കാലം അതിന്റെ വ്യവസ്ഥകൾ സംബന്ധിച്ചൊന്നും പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഇളവ് നൽകിയിട്ടുണ്ട് എന്നത് കോൺഗ്രസിന് വേണ്ടി ഹാജരായ രാജ്യസഭാ എം പി വിവേക് തൻഖ തന്നെയാണ് ആ ഇളവ് അനുവദിച്ച് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചത്. ഏത് തരത്തിലാണ് സാധാരണഗതിയിൽ ഇത്തരം ഇളവുകളൊക്കെ നൽകുന്നത്? ഇത്ര ദിവസത്തിലേക്കുള്ള ഇളവുകളോ അല്ലെങ്കിൽ ഇന്ന വ്യവസ്ഥകളോടുകൂടിയുള്ള ഇളവുകളാവും. താൽക്കാലിക ആവശ്യത്തിന് മുഴുവൻ പണവും പിൻവലിക്കാൻ കഴിയില്ല, താൽക്കാലിക ആവശ്യത്തിനുള്ള റൊട്ടീനുള്ള പണം പിൻവലിക്കാനുള്ള അവസരമോ അങ്ങനെ ഏതെങ്കിലും വ്യവസ്ഥകളോടുകൂടിയാവും. എന്തായാലും അത് സംബന്ധിച്ച് നമുക്കിപ്പോൾ തൽക്കാലം കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും അവരും വിശദീകരിച്ചിട്ടില്ല. ആകെ വിശദീകരിച്ചത് ഇങ്ങനെ ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും നികുതി കുടിശ്ശിക ഉണ്ടെങ്കിൽ ആ നികുതി കുടിശ്ശികയുടെ നോട്ടീസ് വരാറുണ്ട്. നോട്ടീസ് വരികയും പിന്നീട് തുടർ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ആ തുടർ നടപടിക്ക് മുമ്പായി അവർക്ക് അപ്പീൽ സമർപ്പിക്കാനുള്ള അവസരവും ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് അത്തരം അവസരങ്ങളൊക്കെ സാധാരണഗതിയിൽ നൽകാറുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി അറിയിക്കാറൊക്കെ ഉള്ളതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ അറിയിച്ചില്ല എന്നാണ് അജയ് പാക്കാൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അസാധാരണമായ ഒരു നടപടിയാണ് ഉണ്ടായത്. അത് കോൺഗ്രസ് ട്രഷറർ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ചില ഇളവുകൾ നൽകുവാനായിട്ട് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളും മരവിപ്പിച്ചിരുന്നു ആദായ നികുതി വകുപ്പ്. ആകെ 4 അക്കൗണ്ടുകളാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയുമായി 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരുന്നത്. ആ സമയത്ത് അജയ് മാക്കൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ പ്രതിഷേധവും പിന്നെ ഈ സംഭവം വിവാദമായതും കണക്കിലെടുത്ത് പിന്നീട് ചില ഇളവുകൾ ഇക്കാര്യത്തിൽ നൽകുകയുണ്ടായി. എങ്കിൽ പോലും കോൺഗ്രസ് ബുദ്ധിമുട്ടിലാണ്. അക്കൗണ്ടുകൾ പഴയപടി പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ ഇരിക്കുന്നതേയുള്ളൂ. പൊതുവെ പ്രാദേശിക പാർട്ടികളെക്കാൾ കുറച്ച് പണമാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഉള്ള അക്കൗണ്ടുകൾ കൂടി ഇപ്പോൾ മരവിപ്പിച്ചത് ആദായ നികുതി വകുപ്പ്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള സർവകലാശാലയിൽ ഇന്ന് കണ്ടത് നാടകീയ രംഗങ്ങളാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കേരള സർവകലാശാലയുടെ സെനറ്റിലേക്കും വ്യാപിച്ചു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് കേരള സർവകലാശാലയിലും കണ്ടത്. കേരള സർവകലാശാലയിൽ ഇന്ന് കണ്ട കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെടുന്നതാണ്. സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു, അത് കുഴപ്പമില്ല. പക്ഷേ അവിടെ അധ്യക്ഷത വഹിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അത് പക്ഷേ ശരിയായില്ല എന്നാണ് വൈസ് ചാൻസലർ പറഞ്ഞത്. വൈസ് ചാൻസലറെ നിശ്ചയിക്കുവാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കണമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു പ്രതിനിധിയെ ഇപ്പോൾ അയക്കേണ്ട എന്ന് സെനറ്റ് യോഗം തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം അംഗീകരിച്ചുകൊണ്ട് പ്രമേയം പാസ്സായതായിട്ട് മന്ത്രി തന്നെ ഈ യോഗത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു പ്രമേയം പാസ്സായിട്ടില്ല എന്നാണ് വൈസ് ചാൻസലർ പറയുന്നത്. അതുപോലെ തന്നെ UDF അംഗങ്ങളും പറയുന്നത് മന്ത്രിയുടെ പെരുമാറ്റം ശരിയായില്ല എന്നാണ്. അധ്യക്ഷൻ താനായിരുന്നുവെന്ന് VC പറയുന്നു. അതേസമയം തന്നെ നേരിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. സർവകലാശാലകളെ തകർക്കുന്ന നടപടിയാകുന്നു ഇതെന്നാണ് UDFന്റെ ആരോപണം. ഇവിടെ പ്രതിഫലിച്ചത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്ത് അയച്ചിരുന്ന പ്രതിനിധികൾ സെനറ്റ് യോഗത്തിലുണ്ടായിരുന്നു. അവരും ഇടത് അംഗങ്ങളും തമ്മിലുള്ള വാക്കുതർക്കമാണ് ഇന്ന് സെനറ്റ് യോഗത്തിൽ കണ്ടത്. ഇടത് അംഗങ്ങൾ മന്ത്രിയെ അനുകൂലിച്ചു, അതേസമയം ഗവർണറുടെ പ്രതിനിധികൾ VCയെ അനുകൂലിച്ചു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സെനറ്റ് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ. കേരള സർവകലാശാലയുടെ പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സെനറ്റിന്റെ ആദ്യ യോഗം വിശേഷാൽ യോഗമാണെന്ന് ഇവിടെ വിളിച്ചു ചേർത്തിരുന്നത്. ബഹുമാനപ്പെട്ട VC ആണ് വിളിച്ചത്. അതിലൊറ്റ അജണ്ട മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ നോമിനിയെ നിർദ്ദേശിക്കുക എന്നുള്ളതായിരുന്നു യോഗത്തിന്റെ അജണ്ട. അതനുസരിച്ച് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു, നോമിനേഷൻ നൽകി. പക്ഷേ ഇവിടെ ഒരു വിഭാഗം സെനറ്റ് അംഗങ്ങൾ അവിടെ വരികയും അതിനെ എതിർത്തുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കുകയും ചെയ്യും. പാസ്സാക്കാനുള്ള ശ്രമം നടത്തി, പക്ഷെ പ്രമേയം പാസ്സായിട്ടില്ല. സാധാരണഗതിയിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് അനുസരിച്ച് വിശേഷാൽ
സെനറ്റ് യോഗത്തിൽ അത്തരത്തിലുള്ള പ്രമേയം അജണ്ടയ്ക്ക് പുറത്തുള്ള പ്രമേയത്തിന് സ്കോപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം. അതിന് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താനും ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനിയെ നിർദ്ദേശിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് VC-യെയും സെനറ്റിനെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മന്ത്രി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. VC-യാണ് പ്രത്യേക അജണ്ട വെച്ചാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗം പിരിച്ചുവിടാനും യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. അതിനെ ചെറുക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു. ഒരു ഏക അജണ്ടയുടെ പുറത്താണെന്ന് യോഗം വിളിച്ചിരുന്നത്. ആ അജണ്ടയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പ്രോ-VC-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തികച്ചും ഞങ്ങൾക്ക് സംസാരിക്കാൻ ആർക്കും തന്നെ അവസരം തന്നിരുന്നില്ല. ഞങ്ങളുടെ എല്ലാ മൈക്കുകളും ഓഫാക്കിയിട്ടുള്ള നിലയിലായിരുന്നു. ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് ഇന്നത്തെ ഏക അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യമായിരുന്നില്ല. അവർ ആദ്യമേ ഒരു റെസൊല്യൂഷൻ വായിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഒരു ആളെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു റെസൊല്യൂഷൻ വായിക്കുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് ഏകപക്ഷീയമായിട്ട് പ്രമേയം പാസ്സാക്കിയതായിട്ട് പ്രോ-VC പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ജനാധിപത്യപരമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള അവകാശവും ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാം ഡയസിന് ചുറ്റും വളയുകയും ആക്രോശിക്കുകയും പല അവസരങ്ങളിലും ഞങ്ങളുടെ നേരെ മുഷ്ടി ഉരുട്ടിക്കൊണ്ട് വരികയൊക്കെയാണ് ഉണ്ടായത്. ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഒരു പ്രമേയം ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരു യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയുകയാണ് ഇത് പ്രമേയം പാസ്സാക്കണം. എന്നാൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം UDF-ന്റെ അംഗങ്ങൾ ഇരിക്കുന്ന സീറ്റുകളിൽ മൈക്ക് പോലും നിഷേധിക്കുകയാണുണ്ടായത്. ഞങ്ങൾക്ക് അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ മൈക്ക് നിഷേധിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കിതാണ് പറയാനുള്ളത്. ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പോരിൽ സർവകലാശാലയുടെ ഭരണം സ്തംഭിക്കാനും സർവകലാശാലയുടെ യശസ് തകർക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകരുത്. സർവകലാശാലകളിൽ നാഥനില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് കേരള സർവകലാശാല സെനറ്റിൽ കണ്ടത്. ആരാണ് അധ്യക്ഷൻ എന്നതിനെ ചൊല്ലി VC-യും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള തർക്കം. അതേസമയത്ത് തന്നെ വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുവാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ട എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടത് സെനറ്റ് അംഗങ്ങളുടെ തീരുമാനം. അതൊരു പ്രമേയ രൂപത്തിൽ വരിക. പ്രമേയം പാസ്സായില്ല, പക്ഷേ അതേസമയത്ത് തന്നെ ഇങ്ങനെയൊരു പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രഖ്യാപിക്കുക. UDF അംഗങ്ങളുടെ ആരോപണം എന്ന് പറയുന്നത് ഇടത് സെനറ്റ് അംഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് അവിടെ അലങ്കോലപ്പെടുത്താൻ വന്നു. അവരും ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും. ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത് കൂടുതലും BJP അംഗങ്ങളെയാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അവരും തമ്മിലുള്ള ഒരു തർക്കമാണ് സെനറ്റ് യോഗത്തിൽ കണ്ടത്. UDF അംഗങ്ങളെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല എന്നാണ് നേരത്തെ M. വിൻസെന്റ് MLA പറഞ്ഞത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദുണ്ട് തിരുവനന്തപുരത്ത്. വിനോദ്, വളരെ കൗതുകമുള്ള കാര്യവും അതേസമയം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവുമാണല്ലോ ഇന്ന് കേരള സർവകലാശാല സെനറ്റിൽ കണ്ടത്. ഈ ഒരു തീരുമാനവും എടുക്കാതെ ഈ സെനറ്റ് പിരിയുന്നു. അത് മാത്രമല്ല, ഒരു അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്ന് അധ്യക്ഷ സ്ഥാനം സ്വയം ഏറ്റെടുക്കുന്നു. എന്തൊക്കെയാണ് കാണുന്നത് കേരള സർവകലാശാല സെനറ്റിൽ? മഞ്ജുഷ്, അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ നടന്നത്. കേരള സർവകലാശാലയുടെ VC-യെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ താൽക്കാലിക VC-ആണുള്ളത്, സ്ഥിരമായി VC-യെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു അംഗത്തെ നൽകേണ്ടതുണ്ട്. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു അംഗത്തെ സെനറ്റിൽ നിന്ന് നൽകേണ്ടതുണ്ട്. ഈ അംഗത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം വിളിച്ചത്. എന്നാൽ ഇടതംഗങ്ങൾ ആദ്യം തന്നെ നിലപാടെടുത്തത് ഇന്നത്തെ യോഗം തന്നെ നിയമവിരുദ്ധമാണ്, സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്ന ഒരു കാര്യമാണ് ഇടതംഗങ്ങൾ പ്രധാനമായും ഒരു തീരുമാനമായി കൈക്കൊണ്ടത്. മാത്രവുമല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു തന്നെ ഇന്നത്തെ യോഗത്തിലേക്ക് എത്തി. പ്രോ ചാൻസലറാണ്, യോഗത്തിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. ഇന്ന് അധ്യക്ഷ പദത്തിൽ സ്വയം അവർ ഇരിക്കുകയും അതോടൊപ്പം തന്നെ അവർ തന്നെ ഈ പ്രമേയം, ഇടതംഗങ്ങൾ കൊണ്ടുവന്ന പ്രമേയമുണ്ട്, അത് ഈ യോഗം നിയമവിരുദ്ധമാണെന്ന കാര്യമാണ്. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ അംഗത്തെ അയക്കേണ്ടെന്ന നിലപാട്. ഈ പ്രമേയം പാസ്സായതായി മന്ത്രി തന്നെ പറഞ്ഞു. ഇത് VC-യും ഇപ്പോഴത്തെ താൽക്കാലിക VC-യും മന്ത്രിയും തമ്മിലുള്ള നേരിട്ടുള്ള വാക്ക് തർക്കത്തിന് ഇടയാക്കി. കാരണം താനാണ് ചെയർ എന്ന നിലപാടിലേക്ക് VC പോവുകയും അതേസമയം അതല്ല, താനാണ് ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ എന്ന നിലയിലേക്ക് മന്ത്രി നിലപാടെടുക്കുകയും ചെയ്തു. പിന്നീട് ഇടതംഗങ്ങൾ വിശദീകരിച്ചത് അവർ നിയമവശം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ചാൻസലർ ആയ ഗവർണർ ഇല്ലെങ്കിൽ, ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് അധ്യക്ഷ പദവിയിൽ ഇരിക്കാം എന്ന നിയമവശം ഇടതംഗങ്ങൾ പിന്നീട് ചൂണ്ടിക്കാട്ടി. അതേസമയം
ഗവർണർ ഈ സെനറ്റിലേക്ക് നിർദ്ദേശിച്ച 11 അംഗങ്ങൾ 13 അംഗങ്ങൾ ഇന്ന് രാവിലെ തന്നെ വളരെ നേരത്തെ തന്നെ ഈ യോഗത്തിലേക്ക് എത്തി. 11 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 8:30 മണിയോടുകൂടി തന്നെ അവർ ഇവിടേക്ക് എത്തിയിരുന്നു. കാരണം കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ കണ്ടതാണ്, വലിയ കലാപം അല്ലെങ്കിൽ തെരുവ് യുദ്ധം എന്ന നിലയ്ക്ക് അവിടെ കാര്യങ്ങൾ പോയിരുന്നു. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഗവർണർ നിശ്ചയിച്ച ആളുകൾ, സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ആളുകൾ വളരെ നേരത്തെ തന്നെ ഈ ഹാളിലേക്ക് പ്രവേശിക്കുകയും അവരുടെ ഇരിപ്പിടത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. UDF അംഗങ്ങളും തുടർന്നെത്തി. 11 മണിയോടുകൂടിയാണ് യോഗം തുടങ്ങിയത്. ഇങ്ങനെ അലങ്കോലപ്പെട്ടതോടുകൂടി UDF അംഗങ്ങൾ അവരുടെ നിലയ്ക്ക് ഒരു പ്രതിനിധിയെ നിർദ്ദേശിച്ചു. ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത് എത്തിയ 11 പേർ അവരുടെ സ്വന്തം നിലയ്ക്ക് മറ്റൊരാളെയും ഇങ്ങനെ പ്രതിനിധിയായി നിശ്ചയിച്ചു. എന്നാൽ 64 പേർ ഇടത് അംഗങ്ങളായുണ്ട്, ഭൂരിപക്ഷമുണ്ട്. അവർ ഈ യോഗം തന്നെ നിയമവിരുദ്ധമാണെന്ന നിലപാടെടുക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു. ഏതായിരുന്നാലും ഇതിപ്പോൾ സങ്കീർണമായ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം സങ്കീർണമായെന്ന് മാത്രമല്ല, ഇതൊരു നാണക്കേട് കൂടിയായിരിക്കുകയാണ്. ഒരു വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുവാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു അംഗത്തെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കൂടിയ യോഗത്തിലാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇടത് അംഗങ്ങളും പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയ ആ ഒരു അജണ്ട സെനറ്റിൽ വിജയിച്ചിരിക്കുകയാണ്. VCയുടെ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒരു പ്രതിനിധിയെ അയക്കുവാൻ സെനറ്റിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി CPMന്റെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. ഇപ്പോഴും തിരുവനന്തപുരത്ത് വൈകാതെ തന്നെ ആരൊക്കെയാണ് ഇത്തവണ 15 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പോകുന്ന CPMന്റെ സ്ഥാനാർത്ഥികൾ എന്നറിയാം. ഇപ്പോൾ തന്നെ ഒരു ഏകദേശ രൂപം ഇതിൽ കിട്ടിയിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും സംശയം കൂടുതലായും ബാക്കിയുള്ളത്. മുൻ മന്ത്രിമാർ മത്സരിക്കും എന്ന കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട്. KK ശൈലജയുടെ പേരുണ്ട്, G സുധാകരന്റെ പേരുണ്ട്, തോമസ് ഐസക്, KK ബാലൻ ഇവരുടെ പേരൊക്കെ ചർച്ചയിലുണ്ട്. കൊല്ലവും എറണാകുളവുമാണ് പൊതുവെ ബുദ്ധിമുട്ടുള്ള 2 മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. അതുപോലെ തന്നെ ഇടുക്കിയുടെ കാര്യത്തിലും ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ്. കൂടുതലും പരിചയസമ്പന്നർ തന്നെയാണ്, പുതുമുഖങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിവരം വെച്ച് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഒരു ഏകദേശ രൂപം ഇന്ന് അറിയാമെന്നാണോ, അതോ ഒരു സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ അതറിയാൻ പറ്റുമോ? ശൈലജ, അതുപോലെ തന്നെ G സുധാകരൻ, തോമസ് ഐസക്, AK ബാലൻ, TV രാജേഷ് ഇവരൊക്കെ ഉറപ്പാണോ? സെക്രട്ടേറിയറ്റ് സമാപിച്ചു. ഒരു പ്രാഥമിക പട്ടിക സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ അല്പസമയത്തിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകും. KK ശൈലജ വടകരയിലോ കണ്ണൂരോ മത്സരിക്കും. കാസർഗോഡേക്കും അവരുടെ പേര് നേരത്തെ പരിഗണനയിലുണ്ടായിരുന്നു. കാരണം സുരക്ഷിതമായ സീറ്റ് മുതിർന്ന കേന്ദ്ര കമ്മിറ്റിക്ക് നൽകണമെന്ന ആവശ്യം ഉയർന്നാൽ ആലപ്പുഴയിൽ AM ആരിഫ് തന്നെ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ജില്ലാ നേതൃത്വത്തിന് അതിനോട് എതിർപ്പാണ്. ആരിഫ് മത്സരിച്ചാൽ അവിടെ വിജയസാധ്യതയില്ല എന്നാണ് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ 15 മണ്ഡലങ്ങളിലെയും സാധ്യതാ പട്ടിക എറണാകുളത്ത് ഒരു പൊതുസ്വതന്ത്രനെ CPM പരീക്ഷിക്കുന്നുണ്ട്. നേരത്തെ KV തോമസിന്റെ മകൾ മത്സരിക്കുന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നേതൃത്വം തള്ളുകയാണ്. അതിനു പകരം വേറൊരു പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ പരീക്ഷിക്കും. മലപ്പുറത്തും പൊന്നാനിയിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പാലക്കാട് M സ്വരാജ് മത്സരിക്കണമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിലെ ആവശ്യം. പക്ഷേ M സ്വരാജിന് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസ് അനുകൂല വിധി വൈകാതെ ഉണ്ടായേക്കുമെങ്കിൽ അവിടെ ഒരു മത്സരം വീണ്ടും വേണ്ടിവരും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ സ്വരാജിന് ഇത്തവണ അവസരം നൽകിയേക്കില്ല. പകരം അവിടെ വിജയരാഘവൻ, പൊളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. മന്ത്രി K രാധാകൃഷ്ണനോട് ആലത്തൂരിൽ മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശിച്ചതായിട്ടുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയം മുമ്പാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചത്. ഇവിടെ നിന്നുള്ള പ്രാഥമിക പട്ടിക ജില്ലാ നേതൃത്വങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം കൈമാറും. അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ആലോചന. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏകദേശ രൂപം ആയിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള ചില മണ്ഡലങ്ങളിലെയെങ്കിലും വ്യക്തമായ ചിത്രം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്ത NCPയെ കുറിച്ചുള്ളതാണ്. നേരത്തെ ചില തർക്കങ്ങൾ JDSൽ ഉണ്ടായിരുന്നു. ഏത് പക്ഷത്ത് നിൽക്കണം, അത് ദേശീയ നേതൃത്വത്തിന്റെ കൂടെ നിൽക്കണോ അതോ സംസ്ഥാനത്ത് സ്വന്തം നിലയ്ക്ക് നിൽക്കണോ എന്ന കാര്യത്തിൽ JDSൽ തർക്കമുണ്ടായിരുന്നു. അവർ അക്കാര്യത്തിൽ ആശങ്കയിലായിരുന്നു. ഇപ്പോൾ NCPക്കാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. NCPയിലെ പിളർപ്പിന് ശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയ ചില നിർണായകമായ നീക്കം, മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല നടത്തിയ ചില നിർണായകമായ നീക്കമാണ് കേരളത്തിൽ NCPയെ കുഴയ്ക്കുന്നത്.
ശരത് പവാറുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ്. ഇതിന് ശരത് പവാർ ഏകദേശം സമ്മതം മൂളിയിട്ടുണ്ട് എന്നാണ് ഒടുവിലെ വിവരങ്ങൾ. ഇത് പക്ഷേ കേരളത്തിൽ വലിയൊരു പ്രശ്നമുണ്ടാക്കും. NCP ഇപ്പോൾ LDFിലാണ്, മന്ത്രിയുണ്ട് AK ശശീന്ദ്രൻ. അതുമാത്രമല്ല, തോമസ് കെ തോമസ് തന്നെ മന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NCPയുടെ ഔദ്യോഗിക വിഭാഗമായ അജിത് പവാറുമായി അടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശരത് പവാറിനെ കണ്ട് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും മന്ത്രിയാക്കിയില്ലെങ്കിൽ മറുപക്ഷത്തേക്ക് ഔദ്യോഗിക പക്ഷത്തേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ശരത് പവാർ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ AK ശശീന്ദ്രൻ പക്ഷം അവർ കോൺഗ്രസിനൊപ്പമായി പോവുകയില്ലേ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നു. അതുപോലെ തന്നെ തോമസ് കെ തോമസ് മറുപക്ഷത്തേക്ക് അജിത് പവാറിനൊപ്പം ചേർന്നാൽ അത് BJP അനുകൂലമായി പോകില്ലേ എന്നുള്ള ആശങ്ക NCPയിൽ നിലനിൽക്കുകയാണ്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് NCPയുടെ യോഗം ചേരാൻ പോകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരാശങ്കയും ഇല്ല എന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത്. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ഥാപക നേതാവ് ശരത് പവാർ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ആശങ്കയിലാണ് കേരളത്തിലെ NCP നേതൃത്വം. പവാർ കോൺഗ്രസിലേക്ക് മടങ്ങിയാൽ എന്ത് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് NCP യോഗം കൊച്ചിയിൽ ചേർന്നു. AK ശശീന്ദ്രനും PC ചാക്കോയും അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ ഒരു വാർത്ത കേരളത്തിലെ NCP പ്രവർത്തകരുടെ ഇടയിൽ ആശങ്കയുണ്ടാക്കാനുള്ള ദുർബലമായ നീക്കമാണെന്നും കേരളത്തിലെ NCPയുടെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവുമില്ലെന്നും രാഷ്ട്രീയ അസ്വസ്ഥതയോ അവ്യക്തതയോ കേരളത്തിലെ NCPക്കില്ല എന്നും AK ശശീന്ദ്രൻ പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മന്ത്രിമാറ്റത്തിൽ ഒരു തീരുമാനവും വിള്ളലോ ഒന്നും NCPക്ക് ഉള്ളിലില്ല എന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു. പ്രവർത്തകന്മാരുടെയും അണികളുടെയും ഇടയിൽ ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. ആ പരിപ്പ് ഇവിടുത്തെ വെള്ളത്തിൽ വീഴുകയില്ല എന്ന് അത്തരക്കാരോട് നിങ്ങൾ പ്രത്യേകമായി നിങ്ങളും പറയണമെന്നാണ് എൻ്റെ അപേക്ഷ. എന്തായാലും അജിത് പവാറിന്റെ നേതൃത്വത്തിൽ NCPയുടെ പ്രബല വിഭാഗം BJP സഖ്യത്തിന് ചേർന്നതിന് പിന്നാലെ കേരളത്തിലെ പാർട്ടിയിലും വിള്ളലുണ്ടായി. എന്തായാലും മുതിർന്ന നേതാക്കളെല്ലാം ശരത് പവാറിന്റെ നേതൃത്വത്തിൽ വിശ്വസിച്ച് തന്നെ പഴയ NCPയിൽ തന്നെ തുടരുകയാണ്. കോൺഗ്രസിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ കുറിച്ച് ശരത് പവാർ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകളും NCP നേതാവുമായ സുപ്രിയ സുലെ ഈ വാർത്ത നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസിൽ നിന്നും പിണങ്ങിപ്പോയി NCPയിൽ ചേർന്ന PC ചാക്കോയെ സംബന്ധിച്ച് തിരിച്ചുവരവ് ഒരു എളുപ്പമായ കാര്യമായിരിക്കില്ല. അതോടൊപ്പം തന്നെ ശരത് പവാറിനെ വിശ്വസിച്ച് കേരള ഘടകവുമായി ഇടഞ്ഞു നിൽക്കുന്ന തോമസ് കെ തോമസ് MLA വെട്ടിലാവുകയും ചെയ്യും. ശരത് പവാറിനാണ് ജനപിന്തുണയുള്ള നേതാവ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ആരൊക്കെ എത്ര കളിച്ചാലും പവാർജിലൂടെ ജനമുണ്ട്, അദ്ദേഹത്തെ ജനം അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ശരിക്കും പാവപ്പെട്ടവരുടെ നേതാവ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കൊടിയും ചിഹ്നവും പോകാമെന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണ്. അപ്പോൾ പാർട്ടി തന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ജില്ലയെക്കുറിച്ച് ബഹളം ഉണ്ടാക്കേണ്ട സമയമല്ല. ആദ്യം ഞങ്ങളുടെ നിലയൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. എന്തായാലും പവാറിനെ വിശ്വസിച്ച് മാത്രമാണ് തോമസ് കെ തോമസ് പാർട്ടിയിൽ നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും തങ്ങളുടെ ഈ ഒരു തീരുമാനം അജിത് പവാറുമായി എങ്ങനെയായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുക, എന്തായിരിക്കും കേരള ഘടകത്തിന്റെ നിലപാട് എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നും ശശി തരൂരിന്റെ എതിരാളി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമെന്നുള്ള അഭ്യൂഹം ശക്തമാകുന്ന സമയത്താണ് കുമ്മനം രാജശേഖരന്റെ ഒരു ശ്രദ്ധേയമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുകയില്ല എന്നാണ് കുമ്മനം പറയുന്നത്. അതായത് കേരള BJPയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളായിരിക്കും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. ന്യൂസ് 18 Q18 കുമ്മനത്തിന്റെ പ്രതികരണം. ആ പ്രതികരണം കാണാം. തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലത്തിൽ താങ്കളുടെ പേരുണ്ടെന്ന് പറഞ്ഞു. പല രീതിയിലുള്ള പേരുകൾ BJPയുടെ കേന്ദ്ര മന്ത്രിമാരടക്കം വന്നേക്കും എന്ന രീതിയിലൊക്കെ ഉള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. BJPയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ജനങ്ങൾ സമ്മതിയുള്ള, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, ജനങ്ങൾ കണ്ട് അവർക്ക് നല്ല മതിപ്പുള്ള ആളുകളെ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അത്ര അത്ഭുതം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ സ്ഥാനാർത്ഥികളെല്ലാവരും ജനങ്ങളുമായി ഇടപഴകി ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ സമ്മതി ആർജിച്ച ജനകീയരായിട്ടുള്ള ആളുകളാണ്. ഒരു സ്ഥാനാർത്ഥി അല്ലാത്തവരായിട്ടില്ല.
UDF-ൽ ഇതുവരെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. ഇതിന് കാരണം മുസ്ലിം ലീഗ് മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ തർക്കമില്ലെന്നും ലീഗിന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നുമാണ് VD സതീശൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങൾ അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടില്ല. ഒരു റൗണ്ട് ചർച്ചകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ആ ചർച്ചകളിൽ അങ്ങനെ പല ആവശ്യം വന്നിട്ടുണ്ട്. പല ഘടകകക്ഷികളും പല രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഇതാണ്. സാഹചര്യങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അടുത്തതായി ബേലൂർ മഖ്നയെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇന്നും ദൗത്യ സംഘം ആനയ്ക്ക് വേണ്ടി വയനാടൻ കാടുകളിൽ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി കുറച്ചുകൂടി ആനയ്ക്ക് അടുത്തേക്ക് എത്താൻ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, മയക്കുവെടി സംഘത്തിൽ ഡോക്ടർ അരുൺ സഖറിയ കൂടി ചേർന്നതോടെ ഇപ്പോൾ ദൗത്യ സംഘത്തിന് പുതിയൊരു ഉണർവുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ബേലൂരിൽ നിന്ന് മഖ്നയെ പിടിച്ച അതേ സംഘം, അതിലെ ആളുകൾ കൂടി ഇപ്പോൾ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബേലൂർ മഖ്നയെ മയക്കുവെടി വയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ദൗത്യ സംഘത്തിന് ഉള്ളത്. നാട്ടുകാർ ഇപ്പോഴും ദൗത്യ സംഘം ആനയെ പിടിക്കാതെ അവരെ മടക്കി അയക്കില്ല എന്ന നിലപാടിൽ കൂടിയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ എവിടെയാണ് ദൗത്യ സംഘം ഉള്ളത്? പനവല്ലി എന്ന സ്ഥലത്ത് ആനയെ കണ്ടതായും സിഗ്നൽ കിട്ടിയതായും വാർത്തയുണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ സിഗ്നൽ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കർണാടകം പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണല്ലോ. അതുമാത്രമല്ല, കർണാടക സംഘം കൂടി ഇപ്പോൾ കേരളത്തിന്റെ സംഘത്തോടൊപ്പം ചേർന്നു. അതുകൊണ്ട് അധികം അകലെ അല്ല ലക്ഷ്യം എന്നാണോ? എന്താണിപ്പോൾ ദൗത്യ സംഘം പറയുന്നത്? മഞ്ജുഷ, രാവിലെ മുതൽ പനവല്ലിക്കടുത്ത് എമ്മടി എന്ന ഭാഗത്താണ് ആനയുള്ളത്. രാവിലെ മുതൽ തന്നെ കൃത്യമായി തന്നെ സിഗ്നൽ ലഭിക്കുന്നുമുണ്ട്. കാരണം ട്രാക്കിങ്ങിനായി കർണാടക സംഘത്തിന്റെ സഹായവും കേരളത്തിന് ലഭിക്കുന്നു. ഒരു തോട്ടത്തിന് സമീപമുള്ള ഇടത്തെ ചെരുവിലാണ് ആന ഇപ്പോൾ നിൽക്കുന്നത്. ഈ ചെരുവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ അതിന് ആനുകൂല്യം ലഭിക്കുന്ന ഒരു സമയമല്ല ഇപ്പോഴെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ ചെരുവിൽ നിന്നും താഴേക്കിറങ്ങി ഒരു സമതല പ്രദേശത്തേക്ക് ആന എത്തിയാൽ വെടിവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എന്തായാലും കേരളത്തിലെ നിലവിലുള്ള ദൗത്യ സംഘത്തിനൊപ്പം ഡോക്ടർ അരുൺ സഖറിയ ചേർന്നിട്ടുണ്ട്. ഒപ്പം ബേലൂരിൽ ഈ ആനയെ മയക്കുവെടി വെക്കാൻ പോയ വിദഗ്ധരുണ്ട്. അങ്ങനെ കർണാടകവും കേരളവും സംയുക്തമായാണ് ഇപ്പോൾ ഈ കൊലയാളി കൊമ്പനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒരു ആശാവഹമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ ദൗത്യ സംഘത്തിനുണ്ട്. കാരണം ഈ ചെരുവിൽ നിന്നും ഏത് നിമിഷം വേണമെങ്കിലും ആന ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഒപ്പം ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഈ ഒരു മോഴയാനുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എല്ലാ സമയത്തും ഇവർ ഒന്നിച്ചായിരുന്നു നടന്നിരുന്നത്. ആ ആനയുടെ സാന്നിധ്യം കുറച്ചു നേരമായി അവിടെ ദൃശ്യമല്ല എന്നും ദൗത്യസംഘം പറയുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞ് ആന സമതലത്തിലേക്ക് ഇറങ്ങിയാൽ ആ നിമിഷം തന്നെ വെടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഈ വയനാട്ടിൽ മറ്റൊരാൾക്ക് കൂടി ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരമുണ്ട്. അത് ഈ കുറുവ ദ്വീപിലെ ജീവനക്കാരനായ പാക്കം സ്വദേശി പോൾ എന്നയാൾക്കാണ് പരിക്കേറ്റത്. അത് ഏത് ആനയാണ് അല്ലെങ്കിൽ പേരുള്ള ആനയാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ബേലൂർ മഖ്നയുടെ ഈ ആക്രമണമുണ്ടായ പ്രദേശത്തിനോട് അടുത്താണോ അനീഷ്? ഇപ്പോൾ മാനന്തവാടിയിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഈ ബേലൂർ മഖ്നയുടെ ആക്രമണമല്ല. കുറുവ ദ്വീപിന് സമീപം നിരവധി കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ ക്യാമറയിലൊക്കെ കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ വരികയും ചെയ്തു. അത്തരം ബേലൂർ മഖ്നയല്ല, സ്ഥിരമായി വയനാട് കുറുവ ദ്വീപിലും മറ്റ് ഈ വന്യജീവി സങ്കേതത്തിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആനകളുണ്ട്. അത്തരം ഒരു ആനയുടെ ആക്രമണത്തിലാണ് പരിക്കേറ്റത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയാണ്. കാരണം ബേലൂർ മഖ്നയുടെ ഈ ആക്രമണത്തിൽ തന്നെ ഒരാൾ മരിക്കുന്നു. പിന്നീട് കടുവ ആ പ്രദേശത്ത് ഇറങ്ങി ഭീതി വിതയ്ക്കുന്നു. അതിന് പിന്നാലെയാണ് ഒരു കാട്ടാന ഒരു കുറുവ ദ്വീപിലെ ജീവനക്കാരനെ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തുടരുന്നു. അതാണ് ഏറ്റവും അധികം ആശങ്ക ജനങ്ങൾക്ക് നൽകുന്നത്. അരുൺ സഖറിയുടെ സാന്നിധ്യം ഇപ്പോൾ ദൗത്യ സംഘത്തെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ബേലൂർ മഖ്നയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം ഉള്ളത്. മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിച്ചു. മലയാറ്റൂർ മുളങ്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത്. കുട്ടിയാനയ്ക്കൊപ്പമുണ്ടായിരുന്ന കാട്ടാനക്കൂട്ടം തോട്ടത്തിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നവമി ദിനേശ് ചേരുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാട്ടാനക്കുട്ടി മലയാറ്റൂരിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിലാണ് വീണത്. വളരെ പരിശ്രമിച്ച് കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിച്ചിട്ടുണ്ട്. നവമി ദിനേശുണ്ട് വിവരങ്ങൾ നൽകാൻ. നവമി, എന്തൊക്കെയാണ് വിവരങ്ങൾ? എങ്ങനെയാണ് കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിച്ചത്?
മഞ്ജുഷ്, മണിക്കൂറുകൾ നീണ്ട പരിശ്രമം, അതായത് രാവിലെ 10 മണി മുതൽ തുടങ്ങിയ പരിശ്രമം അല്പസമയത്തിന് മുൻപാണ് സമാപ്തിയായത്. എന്തായാലും ആ കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ആ കിണറ്റിനുള്ളിൽ നിറയെ വെള്ളമായിരുന്നു. അതായത് നല്ല എപ്പോഴും ഉപയോഗിക്കുന്ന ആളുകൾ കൃഷിക്കും വീട്ടാവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും വെള്ളം കൂടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്നൊക്കെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുട്ടിയാനെ രക്ഷിച്ചിരിക്കുന്നു. സമീപം, അതായത് ഈ കിണറിന് ഏറ്റവും അരികിലായി തന്നെ ഒരു JCB ഉപയോഗിച്ച് ഒരു കുഴിയെടുത്തു. ആ കുഴിയിൽ കൂടിയായിരുന്നു ഈ ആനക്കുട്ടി രക്ഷപ്പെട്ടത്. ആ കുഴിയെടുക്കുന്ന സമയത്ത് ഒരു കുഴിയെടുത്ത് ഏകദേശം ഈ കിണറ്റിനോട് സമീപത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു പാറ ഉണ്ടായിരുന്നത് ചെറിയൊരു ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പക്ഷേ വേഗം തന്നെ ആ പാറ മാറ്റാനുമുള്ള ഒരു സഹായം, അല്ലെങ്കിൽ പാറ മാറ്റാനൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വേഗം ആനക്കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം ഈ രാവിലെ തന്നെ ഈ സമീപ പ്രദേശത്ത്, അതായത് ഈ കുട്ടിയാന കിണറ്റിലേക്ക് വീണു എന്ന് അറിഞ്ഞ ആ സമയം മുതൽ തന്നെ സമീപത്ത് ഈ ആനക്കൂട്ടങ്ങൾ നിൽക്കുന്നത്, ഈ കുട്ടിയുടെ അമ്മയാനെ അടക്കമുള്ളവരൊക്കെ നിന്നത് ചെറിയൊരു ആശങ്ക സൃഷ്ടിച്ചു. കാരണം ഇവർക്ക് ഈ കുട്ടിയാനെ രക്ഷിക്കാൻ വേണ്ടി ആദ്യമൊന്നും കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. കാരണം ഇവർ ഈ ആനക്കൂട്ടം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്തായാലും അതൊക്കെ മാറിയിട്ടുണ്ട്. ഇവർ ആനയെ തുരത്തുകയും ചെയ്തു. ആനക്കൂട്ടത്തെ തുരത്തിയെങ്കിൽ പോലും ഈ രക്ഷാപ്രവർത്തനം, ആ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മലയാറ്റൂർ ഭാഗത്ത് ഇതൊരു പതിവ് ദൃശ്യമാണ്. പല സമയത്തും സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ കാട്ടാനക്കൂട്ടം എത്താറുണ്ട്. കുട്ടിയാനകൾ കിണറ്റിൽ വീഴുന്ന സംഭവം ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. പലതവണയും നാട്ടുകാർ ചേർന്ന് കുട്ടിയാനകളെ രക്ഷപ്പെടുത്തുന്നതും ഇതേ ദൃശ്യങ്ങൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. മലയാറ്റൂരും പരിസരങ്ങളിലും ഇന്ന് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഇത്തരമൊരു ദൃശ്യമാണ് കാണുന്നത്. വളരെ അധികം പരിശ്രമിച്ചാണ് കാട്ടാനക്കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കുവാൻ കഴിഞ്ഞത്. സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. വളരെ പരിശ്രമിച്ചാണ് നാട്ടുകാർ ഇങ്ങനെയൊരു രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും ആ രക്ഷാപ്രവർത്തനം ഫലം കണ്ടു. ആ കാഴ്ചയാണ് ഇപ്പോൾ. വന്യജീവി പ്രശ്നത്തിൽ പക്ഷേ വനം മന്ത്രി AK ശശീന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്രത്തെയാണ്. കേരളത്തിന് തനിച്ച് ഒന്നും ചെയ്യാൻ ഇക്കാര്യത്തിൽ കഴിയുകയില്ല എന്ന് മന്ത്രി ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കണമെങ്കിൽ വന്യജീവികളെ കാട്ടിനകത്ത് തന്നെ സംരക്ഷിക്കണം. അതാണ് വന്യജീവി സംരക്ഷണം. വന്യജീവി സംരക്ഷണത്തിന് കേന്ദ്രത്തിലൊരു മന്ത്രിയുണ്ട്, കേരളത്തിൽ ഞാനും മന്ത്രിയായിട്ടിരിക്കുക. ആ മന്ത്രാലയം വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുക എന്നന്വേഷിച്ചാണ് ഞങ്ങൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കേന്ദ്രത്തെ സമീപിച്ചത്. ദൗർഭാഗ്യവശാൽ അത് കണ്ടില്ല കേട്ടില്ല എന്ന മട്ടാണ് ഇപ്പോഴും നടിച്ചുകൊടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വീണ്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെയും സ്റ്റേറ്റ് മന്ത്രിയെയും കണ്ടിരുന്നു. നല്ല വർത്തമാനം പറഞ്ഞു വന്നല്ലാതെ ഒരു അനുകൂല തീരുമാനമെടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് 623 കോടി രൂപ ചെലവഴിയുന്ന ഒരു പ്രോജക്റ്റ് കേരളത്തിന് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്നൊരു പദ്ധതിയല്ല. അതുകൊണ്ടെന്താണ്, പിന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിലും ഇന്ന് വന്യജീവികളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ പുന്നപ്പുഴയുടെ കരയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന പിടിയാനയാണ് ചെരിഞ്ഞത്. രാവിലെ 8 മണിയോടെ നാട്ടുകാരാണ് വനപാലകരെ ഈ വിവരം അറിയിച്ചത്. ആനയുടെ ശരീരത്തിൽ മുറിവുകൾ കാണാനില്ലെന്ന് നിലമ്പൂർ റേഞ്ച് ഓഫീസർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. ഇവിടെ കാട്ടാന ശല്യവും രൂക്ഷമായ ഒരു പ്രദേശമാണ്. വയനാട് മുള്ളൻകൊല്ലി സുരഭിക്കവലയിൽ ഭീതി പരത്തിയ കടുവയെ മയക്കുപിടി വയ്ക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത്. കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കടുവ പിടിയിലാകാത്തതിനാലാണ് ഇങ്ങനെ ഉത്തരവ് നൽകിയത്. കടുവ നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടുകയും കൃഷിയിടത്തിൽ തമ്പടിക്കുകയും ചെയ്തിരുന്നു. 1 മാസത്തിലേറെയായി മുള്ളൻകൊല്ലി പുൽപ്പള്ളി മേഖലകളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട്.
മറ്റു വാർത്തയിലേക്ക്. കർഷകരുടെ സമരം തുടരും. കർഷകരും കേന്ദ്രവുമായി മൂന്നാമതും ചർച്ച നടത്തി. പക്ഷേ അത് ഫലപ്രദമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി പറയുന്നുണ്ട്. ഞായറാഴ്ച വീണ്ടും കർഷക പ്രതിനിധികളുമായി കേന്ദ്രം ചർച്ച നടത്തും. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇപ്പോഴും ഇന്റർനെറ്റ് നിയന്ത്രണം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അശ്വിനി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അശ്വിനി, കേന്ദ്രം പറയുന്നുണ്ട് ചർച്ച ഫലപ്രദമാണെന്ന്. പക്ഷേ സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടില്ലല്ലോ. ഇപ്പോഴും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുള്ള കർഷകർ ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടല്ലോ അല്ലേ? മഞ്ജുഷ്, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം കേന്ദ്രത്തിന്റെ മാത്രം പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കർഷക പ്രതിനിധികളുടെ ആരുടെയും പ്രതികരണം ഇതിൽ ഉണ്ടായിട്ടില്ല. ഇത് പ്രതിഷേധം 4 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ട്രേഡ് യൂണിയനുകളുടെയും അതുപോലെ തന്നെ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഭാരത് ബന്ദ് അടക്കമുള്ള പുരോഗമിക്കവെയാണ് ഇത്തരത്തിൽ ചർച്ച നടന്നത്. ഇന്നലെ രാത്രിയും വൈകി ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും ചർച്ച നടത്തുകയായിരുന്നു. ചണ്ഡീഗഡിൽ നടത്തിയ ചർച്ചയിൽ പീയൂഷ് ഗോയൽ, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അതുപോലെ തന്നെ കൃഷിമന്ത്രി അർജുൻ മുണ്ട, നിത്യാനന്ദ റായ് എന്നിവരടക്കമുള്ള മന്ത്രികളുമായി കിസാൻ മോർച്ചയുടെ നേതാക്കൾ 14ഓളം നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതിനോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഈ ചർച്ചയിലാണ് കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതടക്കമുള്ള നിലപാടുകളിലേക്ക് കേന്ദ്രം എത്തിയതെന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കർഷക പ്രതിനിധികളുടെ ആരുടെയും പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നിലവിൽ കർഷകർ ഈ ഭാരത് ബന്ധും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ട്രാക്ടർ മാർച്ചും അടക്കമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പക്ഷേ ഈ കർഷകർക്ക്, ഈ സമരം ചെയ്യുന്നവർക്ക് എന്തായാലും ഡൽഹിയിലേക്ക് വരാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അതിർത്തി കടക്കാൻ അവർക്ക് എന്തായാലും സാധിക്കുകയില്ല. ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ശക്തമായ പ്രതിരോധം തീർത്തത് കൊണ്ട് തന്നെ സമരം തണുത്തിട്ടുണ്ടോ ഇപ്പോൾ? അതോ കൂടുതൽ സമരക്കാർ അണിചേരുന്നുണ്ടോ പഞ്ചാബിലും ഹരിയാനയിലും? കൂടുതൽ സമരക്കാർ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും അടക്കം വരുന്നുണ്ട്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകരെ തടയുന്നതിനുള്ള നടപടികൾ, ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയപാതകളിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി ഗാസിപ്പൂർ ബോർഡറിലും അടക്കം പാരാമിലിറ്ററി സേനകളെയൊക്കെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇതേ തുടർന്ന് ദേശീയപാതകളിലടക്കം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൻ ഗതാഗത കുരുക്കാണ് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ മേഖലകളിൽ കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടത് കർഷകർ, അതായത് തഹസിൽ, അവരുടെ പ്രദേശങ്ങളിലെ തഹസിലുകളിൽ തന്നെ പ്രതിഷേധിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ട്രാക്ടർ മാർച്ച് അടക്കമുള്ള നടപടികളുമായി അവർ മുന്നോട്ട് നീങ്ങുമെന്നാണ് ഇന്നലെ ഉണ്ടായ അറിയിപ്പ്. അതടക്കമുള്ള നടപടികളിലെ പിൻവലിച്ചതായുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണത്തെ പ്രതിഷേധം, അതായത് 2021-22 വർഷത്തെ പ്രതിഷേധത്തിൽ ഈ സംയുക്ത കിസാൻ മോർച്ചയെ അല്ലെങ്കിൽ ഈ കർഷക പ്രതിഷേധത്തെ നയിച്ച ഏകദേശം 10ഓളം നേതാക്കൾ ഇത്തവണത്തെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമല്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. രാകേഷ് ടിക്കായത്ത്, അതുപോലെ തന്നെ യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവർ, ചുർണിവാല അടക്കമുള്ളവർ ഇതിൽ നിന്ന് പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നൊരു സാഹചര്യം നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മഞ്ജുഷ്, ശരി, അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്. കർഷകർ എന്തായാലും സമരം പിൻവലിച്ചുവെന്ന് പറയുന്നില്ല. അതേസമയം സമരക്കാരുമായി നടത്തിയ ചർച്ച വിജയമായിരുന്നുവെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി അവകാശപ്പെടുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ അണിചേരും. വാരണാസിയിലൂടെയാണ് യാത്ര സംസ്ഥാനത്തേക്ക് കടക്കുന്നത്. പടിഞ്ഞാറൻ ജില്ലകൾ ഒഴിവാക്കി പ്രയാഗ്രാജ്, പ്രതാപ്ഗഡ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ഈ മാസം 19-ന് അമേഠിയിലെത്തും. ഗൗരിഗഞ്ചിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശേഷം രാഹുൽ ഗാന്ധിയും കൂട്ടരും 20-ന് റായ്ബറേലിയിലെത്തും. തുടർന്ന് ലക്നൌവിലേക്ക് പ്രവേശിക്കും. നേരത്തെ ഈ മാസം 26 വരെയായിരുന്നു യാത്ര നിശ്ചയിച്ചിരുന്നത്. ഇത് 10-12 ക്ലാസുകളിലേക്കുള്ള UP ബോർഡിന്റെ പരീക്ഷ ആരംഭിക്കുന്നത് കണക്കിലെടുത്ത് വെട്ടിച്ചുരുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ റവാരി സന്ദർശിക്കും. 9750 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കും. ഈ വർഷത്തെ മഹാരാഷ്ട്രീയൻ ഓഫ് ദ ഇയർ പുരസ്കാരം റിലയൻസ് റീറ്റെയിൽ വെഞ്ചുവേഴ്സ് ഡയറക്ടർ ഇഷ അംബാനിക്ക്. മാധ്യമ സ്ഥാപനമായ ലോക്മതാണ് ഇന്ത്യ ബിസിനസ് വുമൺ അവാർഡ് ഏർപ്പെടുത്തിയത്. പുരസ്കാര നേട്ടം റിലയൻസ് കുടുംബത്തിന് സമർപ്പിക്കുകയാണെന്ന് ഇഷ അംബാനി പറഞ്ഞു. റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ്, റിലയൻസ് ഫൗണ്ടേഷൻ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ ഭാഗമാണ് ഇഷ അംബാനി. പുതിയ തലമുറയിലെ മികച്ച ബിസിനസ് നേതാക്കളുടെ ടൈംസ് മാഗസിന്റെ 100 പേരുടെ പട്ടികയിലും ഇഷ അംബാനി ഉൾപ്പെട്ടു. मायके और ससुराल दोनों के परिणित किया जा रहा है. 2024 स्पेशल अवार्ड विनर ईशा अंबानी जी.
Isha Ambani ji to please share some pearls. Mukesh Ambani is also here with us today. My parents raised me in a home where we were encouraged to follow my grandfather, Shri Dhirubhai Ambani. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കൊല്ലം പട്ടാഴിയിൽ 2 കുട്ടികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിത്യൻ, അമൽ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആറാട്ടുപുഴ പാലത്തിന് സമീപമാണ്. വെണ്ടൂർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സ്കൂളിൽ നിന്ന് ഇരുവരും ഇന്നലെ വീട്ടിൽ എത്തിയിരുന്നില്ല. കാസർഗോഡ് പടന്നക്കാട് നെഹ്റു കോളേജിൽ സംഘർഷം. MSFന്റെ തോരണങ്ങൾ SFI പ്രവർത്തകർ നശിപ്പിച്ചെന്ന ആരോപണം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവം മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച പെൺകുട്ടിക്ക് നേരെയും അക്രമമുണ്ടായി. ഇതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. വിദ്യാർത്ഥിനികളുടെ ഭക്ഷ്യപ്രദർശന വിൽപ്പന മേള കാണാൻ വൻ തിരക്ക്. വണ്ടൂർ ഗേൾസിലെ ഹൈസ്കൂൾ വിഭാഗം പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭക്ഷ്യമേള നടത്തിയത്. ഇന്ന് വിപണിയിൽ കിട്ടുന്നതെല്ലാം ഒരൊറ്റ ക്ലാസ് മുറിയിൽ 40ഓളം വിദ്യാർത്ഥിനികൾ എത്തിച്ച ഭക്ഷ്യവസ്തുക്കളാണ് കാണാനും വാങ്ങിക്കാനും അവസരമൊരുക്കിയത്. പാനിപ്പൂരി രുചിക്കാനാണ് മിക്കവരും തിരക്ക് കൂട്ടിയത്. ഡ്രീം കേക്കുകൾക്കും ആവശ്യക്കാരുണ്ടായിരുന്നു. ഇനം ഭക്ഷണ സാധനങ്ങളാണ് ചൂടപ്പം പോലെ വിറ്റഴിച്ചത്. ആകർഷകങ്ങളായ ഓഫറുകളും പ്രത്യേകതയായിരുന്നു. ഫുഡ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഫാൻസി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കുട്ടികൾ കൈ വെച്ച് ഉണ്ടാക്കിയത് തന്നെയാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സംഭവമാണ് മുത്ത് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം നല്ല വില കുറവിലാണ് കൊടുക്കുന്നത്. ഫുഡ് ഐറ്റംസ് ഡ്രീം കേക്ക്, ഇറാനി പോള, അങ്ങനത്തെ കടികളും ഉപ്പിലിട്ട് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. മിസ് വില പറഞ്ഞിരുന്നു 50 രൂപേന്റെക്കാളും മുകളിൽ പാടില്ലാന്ന്. അപ്പൊ ചെറിയ പൈസക്കാണ് കുട്ടികൾ ചെയ്യുന്നത്. ഈ കടകളിലുള്ള സാധനങ്ങളൊക്കെ അതിനേക്കാളും കുറച്ചുകൂടി വില കുറച്ചിട്ടാണ് കുട്ടികൾ വെക്കുന്നത്. ഇതിലൂടെ കുട്ടികൾ എങ്ങനെ സെയിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ട്. 8-9 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഒരു ദിനം കച്ചവടത്തിനായി മാറ്റിവെച്ചത്. ന്യൂസ് 18 മലപ്പുറം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം വന്നിരിക്കുകയാണ്. ഈ മാസം 27-നായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്, AKG സെന്ററിന്റെ മുന്നിൽ നിന്ന്. അരുൺ ഏകദേശ രൂപമായിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? യുടെ കാര്യത്തിൽ ഏകദേശ ധാരണ സംസ്ഥാന സെക്രട്ടറിയിലുണ്ടായി. ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കാൻ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകി. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നതിനെ തന്റെ താല്പര്യക്കുറവ് അറിയിച്ചിട്ടുണ്ട്. തീരുമാനം ജില്ലാ ഘടകങ്ങൾ കൂടി ചർച്ച ചെയ്ത ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. 27-ന് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 21-ന് സംസ്ഥാന സമിതിയും ചേരുന്നു. നാളെയും മറ്റന്നാളുമായി ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം ചർച്ച ചെയ്യും. അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാകും പിന്നീട് സംസ്ഥാന സമിതിയിൽ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. 27-ന് പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ CPM 27 പ്രഖ്യാപിക്കുമ്പോൾ CPM സ്ഥാനാർത്ഥികളുടെ മാത്രമായിരിക്കുകയില്ലോ, ഒന്നിച്ച് പ്രഖ്യാപിക്കുക എന്നുള്ളതാണോ? LDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേര് ഒന്നിച്ച് പ്രഖ്യാപിക്കുക എന്നുള്ളതാണോ? അങ്ങനെയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് സാധാരണഗതിയിൽ ഒരുമിച്ച് പ്രഖ്യാപിക്കുക. 15 സീറ്റ് CPM, 4 സീറ്റ് CPIയും. ഒരിടത്ത് ഇതിനകം തന്നെ കോട്ടയത്ത് തോമസ് ചാഴിക്കാട് മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. മറ്റേ CPMന്റെ CPIയുടെ സ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഒരുമിച്ച് പ്രഖ്യാപിക്കുക. പക്ഷേ അരുൺ, ഇനിയിപ്പോൾ ഈ വലിയ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ ഈ ചർച്ച ചെയ്ത പേരുകൾ ഇതൊക്കെ തന്നെയല്ലേ സെക്രട്ടേറിയറ്റിലും ചർച്ചയായിട്ടുള്ളൂ? പിന്നെ കൊല്ലവും എറണാകുളവും അതുപോലെ ഇടുക്കിയും ഒക്കെ ഇനിയും ചർച്ച വേണ്ടി വരും. അങ്ങനെയാണോ? അതോ ഈ KK ശൈലജ, G സുധാകരൻ, തോമസ് ഐസക്, AK ബാലൻ ഇവരുടെയൊക്കെ പേരുകൾ ഇനിയും ചർച്ചയിലേക്ക് വരുമെന്നാണോ? എങ്ങനെയാണ് അതിന്റെ കിട്ടിയിരിക്കുന്ന വിവരം? AK ബാലൻ മത്സരിക്കാൻ സാധ്യതയില്ല. ആലത്തൂരിൽ കെ രാധാകൃഷ്ണ പേരിനാണ് പ്രഥമ പരിഗണന. അവിടെ PK ജമീല, മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ, അവർ KK ബാലന്റെ ഭാര്യയാണ്. അവരുടെ പേരും അവിടെ പരിഗണനയിലുണ്ട്. ഒരുപക്ഷെ കെ രാധാകൃഷ്ണൻ പിന്മാറിയാൽ അവിടെ PK ജമീല സ്ഥാനാർത്ഥി
ആയേക്കാം. മറ്റു ചില സാധ്യതകൾ കൂടി പറഞ്ഞു കേൾക്കുന്നത് കൊല്ലത്ത് PS സുജാതയുടെ പേര് തന്നെ ഇപ്പോഴും ഉണ്ട് എന്നാണ്. ആലപ്പുഴയിൽ AM ആരിഫ് മത്സരിക്കാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കുന്നത്. MBയെ മാറ്റാൻ തക്ക കാരണം വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏക സിറ്റിംഗിൽ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് CPM നേതൃത്വം എത്താനുള്ള സാധ്യത കേൾക്കുന്നു. തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലാണ് CPM മത്സരിക്കുന്ന മണ്ഡലം. അവിടെ ജില്ലാ സെക്രട്ടറി VS ജോയിയുടെ പേരിനാണ് സെക്രട്ടേറിയറ്റിലും മുൻഗണന ലഭിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെയും മറ്റന്നാളുമായി ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ അന്തിമ ധാരണയുണ്ടാകും. തോമസ് ഐസക്കും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ശരി അരുൺ, എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു അന്തിമ രൂപം ഉണ്ടാകും. 27-ാം തീയതി ആയിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. എങ്കിൽ പോലും അതിനു മുൻപ് തന്നെ പട്ടികയിലെ വിവരങ്ങൾ പുറത്തേക്ക് വരും. ആരൊക്കെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ചിത്രം കിട്ടുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് LDF പ്രചാരണം തുടങ്ങി, പക്ഷേ UDF പ്രചാരണം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകാൻ പോവുകയല്ലേ? എന്താണ് ഇപ്പോഴത്തെ തീരുമാനം? മഞ്ജുഷ, നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരം ഇതാണ്. നാളെ രാവിലെ 11 മണിക്ക് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തി PJ ജോസഫ്, കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. അത് ഫ്രാൻസിസ് ജോർജ് ആണ് എന്ന കാര്യം നേരത്തെ തന്നെ നമ്മൾ ഉറപ്പിച്ചിരുന്നതാണ്. എന്തായാലും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇതുതന്നെയാണ്. ഒന്നുള്ളത്, ഈ UDFിലെ ലീഗുമായിട്ടുള്ള ചർച്ച പൂർത്തിയാകാത്തതായിരുന്നു ഈ പ്രഖ്യാപനം വൈകാൻ കാരണം. ഇവർ ഈ മാസം ആദ്യം തന്നെ ഏതാണ്ട് 6-ാം തീയതി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇരുന്നതാണ്. അതിന് പിന്നാലെ ഇപ്പുറത്തെ ബാണി വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അവർ പ്രചരണ നടപടികളിലേക്ക് പോയിരുന്നു. ഈ സാഹചര്യം അടക്കം PJ ജോസഫ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. അതായത് കോട്ടയത്ത് ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് അത് പിന്നോട്ടടിക്കുന്നതിന് കാരണമാകും എന്നവർ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ UDFന്റെ കൂടി അനുമതി വാങ്ങിയാണ് നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. RSPക്കും സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അനുമതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്നാണ് നമുക്ക് അറിയുന്നത്. അവർ എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ നാളെ രാവിലെ 11 മണിക്ക് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. എന്തായാലും ഫ്രാൻസിസ് ജോർജും തോമസ് ചാഴികാടനും തമ്മിലുള്ള ഒരു മത്സരത്തിന് വേദിയാവുകയാണ് കോട്ടയം. നാളെ ഔദ്യോഗികമായ പ്രഖ്യാപനം PJ ജോസഫ് കോട്ടയത്ത് നടത്തും. അങ്ങനെ കോട്ടയത്തിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശങ്കയിലായിരുന്നു. അവർക്ക് സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആ ഒരു ആശങ്കയ്ക്കും വിരാമമാവുകയാണ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കും. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5685, പവന് 45,480. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5680. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4730, പവന് 37,840. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കർണാടക ഹൈക്കോടതിയിൽ നിന്ന് നിർണായക വിധി വരുന്നതിന് വേണ്ടി അരമണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 2:30 തന്നെ കർണാടക ഹൈക്കോടതി എക്സാലോജിക്കിന്റെ ഹർജിയിൽ ഇടക്കാല വിധി പ്രഖ്യാപിക്കും. എക്സാലോജിക്കിനും വീണ വിജയനും CMRLനും എതിരെയുള്ള KSIDCക്കും എതിരെയുള്ള SFIOയുടെ അന്വേഷണം കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്യുമോ അതോ അന്വേഷണം തുടരാൻ ഇടക്കാല വിധിയിലൂടെ കർണാടക ഹൈക്കോടതി അനുവാദം നൽകുമോ SFIOയ്ക്ക്? ഇക്കാര്യമാണ് അറിയാൻ ബാക്കിയുള്ളത്. പകൽ വാർത്ത ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചെയ്തു. നിർമ്മിച്ച അനുഭവ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ പങ്കുചേരും. വാരാണസിയിലൂടെയാണ് യാത്ര സംസ്ഥാനത്തേക്ക് കടക്കുന്നത്. പടിഞ്ഞാറൻ ജില്ലകൾ ഒഴിവാക്കിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി. 205 തസ്തികകൾക്കാണ് 1 വർഷം കൂടി മന്ത്രിസഭായോഗം തുടർച്ചാനുമതി നൽകിയത്. പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷനാണ് നീട്ടിയത്. VD സതീശനും K സുധാകരനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്നും മലപ്പുറത്ത് പര്യടനം തുടരും. കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ സൽമാൻ ഖുർഷിദ്, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് അരീക്കോടും മലപ്പുറത്തും സ്വീകരണം നൽകി.
മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് പലസ്തീൻ എംബസി പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ കൗൺസിലർ ഡോക്ടർ അബ്ദുൾ റാസിഖ് അബു ജസ.